കുഞ്ഞാനൊക്കെ പോണണ്ട. ഞാൻ വണ്ടി നൈസായിട്ട് സൈഡാക്കിട്ടാ. അത് ഫുള്ളായിട്ട് റോഡാണ്. എന്റെ മക്കളെ അത്യാവശ്യം വെള്ളം ഉണ്ട് ട്ടാ. ഒക്കെ തോട്ടിലെ വെള്ളം കാണാൻ വേണ്ടിട്ട് വന്ന് നിൽക്കുന്ന ആളുകളാട്ടാ. ഏയ് അത് കിട്ടിയില്ലട്ടാ. ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നല്ല മഴയാണ്. എപ്പോൾ തുടങ്ങിയ മഴയാണെന്ന് കരുതിയിട്ടാ. അപ്പോൾ ചെക്കന്മാർ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ചെറിയൊരു വീഡിയോക്കുള്ള ചാൻസ് ഉണ്ട്, പാലത്തിങ്ങൾക്ക് പോവാ, വെള്ളമൊക്കെ വേറെ ലെവലിൽ പൊങ്ങിയിട്ടുണ്ട് തോട്ടിലെന്ന് പറഞ്ഞു. മഴ കൊള്ളാണ്ടല്ലേ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് പാലത്തിങ്ങൾക്ക്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. എൻ്റെ മക്കളെ, അപ്പം നമുക്ക് അതൊന്ന് കണ്ടോക്കാം. നമ്മൾ ഇത്രയും ദിവസം കണ്ട തോടും പാടാവില്ല കേട്ടാ. അതാണ് പറയണത്, പോയോക്കാം. എന്റെ മനസ്സിൽ ഉള്ളൊരു രൂപമുണ്ട് തോടും പാടം എങ്ങനെയാണെന്നുള്ളത്. അതുപോലെയൊക്കെ ആയിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെങ്കില് അങ്ങനെ ആയിട്ടില്ലെങ്കിലും അതിനോട് ചെറിയ രീതിയിൽ കടപിടിക്കുന്ന രീതിയിലൊക്കെ ആയാൽ മതി. എന്നാലും രസമാണ് കാണാന്, നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇത് എല്ലാ പ്രാവശ്യം ഒരു വട്ടം സംഭവിക്കുന്നതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മൾ എത്താനായിട്ടുണ്ട് കേട്ടാ. വലിയ ദൂരമൊന്നുമില്ലല്ലോ നമ്മൾക്ക്. ഇപ്പൊ ആളുകളൊന്നും വണ്ടി വരുന്ന കണ്ട മാറി നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. വേണമെങ്കിൽ പൊക്കോ വണ്ടി, അതിലരുകൂടെ ഒക്കെ പൊക്കോ എന്നുള്ള സംഗതി കളറായിട്ടുണ്ട്. ചെതറി നിൽക്കുകയാണ്. വാവ്, കണ്ടങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോ തന്നെ കാരണം മിൻഡാജ് പൊട്ട് ഓലൊക്കെ പാലത്തിങ്ങോട്ട് നിൽക്കുമ്പോ പാലത്തിന്റെ കാര്യം തന്നെ നോക്കിങ്ങള്. നമ്മള് മീനൊക്കെ പിടിച്ചിരുന്ന പാലമാണ്. പക്ഷെ അതൊക്കെ വേറെ ലെവലായിട്ട് നിൽക്കുന്നുണ്ട്. വെള്ളം മറന്നിട്ടുണ്ട്. ആഹാ, അടിപൊളി. അതാ വരുന്നത്. എന്താണാവോ? അതെ, 50 രൂപ രാവിലെ തന്നെ കടം ചോദിച്ചിട്ടുണ്ടോ? എന്താ പിന്നെ ഐഫോൺ ആയിട്ടേക്കാരല്ലേ? ഞാൻ അവിടെ നിർത്തട്ടെ കേട്ടോ. അവിടെ നിർത്തട്ടെ. അപ്പൊ തോട്ടിൽ അത്യാവശ്യം വെള്ളം കൂടിയിട്ടുണ്ട്. കണ്ട കാഴ്ചക്കാരുണ്ട്. തോട്ടിലെ വെള്ളം കാണാൻ വേണ്ടിട്ട് വന്ന തോടിന്റെ അടുത്തുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചെങ്ങന്മാർ, ഇതാണ് തോടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളുടെ ബോർഡ് നിൽക്കുന്ന ഏരിയ കൂടെ ഒക്കെ കണ്ട വെള്ളം പോകുന്നു. ഇങ്ങനെ അല്ല കേട്ടോ, അതിനേക്കാൾ മറയും. ഞാൻ പക്ഷേങ്കിൽ അവിടെ പാലം മറന്നിക്കണല്ലോ അവർ നിൽക്കുന്നിടത്ത്. നമ്മൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നമ്മുടെ കുട്ടികളെയും കൊണ്ട് ചൂണ്ടയിടാനൊക്കെ വന്ന സമയത്ത് ഇത്ര അധികം വെള്ളമില്ല. അതുപോലെ തന്നെ അന്ന് കണ്ട ഒരു കാഴ്ച ഇപ്പൊ കാണുന്ന കാഴ്ച അന്ന് കണ്ടവർക്ക് അറിയുള്ളൂ. ഞാൻ അതിന്റെ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ വെക്കുന്നതാ. ഇപ്പൊ കുറഞ്ഞതാ. പുട്ട് ചെതറി മുട്ടിന്റെ അത്ര. ആരാ പാലിട്ടിക്കണേ? ഓറ്റക്കോളും. വേസ്റ്റ് കുറെ വരുന്നുണ്ട് അല്ലേ? തോട്ടിച്ചാറുണ്ട്. ആജല്ല ഇതുപോലെ ആയിട്ട് വേണം തോട്ടിച്ചാടേര്. ഒളിച്ചുവല്ലോ കേട്ടോ. അങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഓപ്പൺ ഉണ്ടാക്കരുത് ദയവേത്. ഉറപ്പറയാൻ വേണ്ടിയല്ല. അതാ തോട് നല്ല കുത്തിക്ക് അല്ലെങ്കിൽ ഒലിച്ചു പോകേണ്ടിരിക്കുകയാണ്. വെള്ളത്തേക്ക് ചവിട്ടണം എന്നുണ്ട്. കേസെങ്കിൽ എന്റെ പാൻ്റൊക്കെ മടക്കാൻ ഇറങ്ങും. വേണ്ട, ഞാൻ ഇവല് ഇവിടെ നിക്കണ വെറുതെ അല്ല. ഇവര് ഇന്ന് ലോക്കൽ എടുത്തോണ്ട് നിൽക്കുകയാണ് ഇവിടെ. ആകണം മിന്നാജിന്റെ അതോടിയെ കിട്ടൂ. അതാ എന്താണ് നമ്മള് കുറച്ചായിട്ട് വന്ന് നോക്കുമ്പോഴേക്ക് ഫുള്ളായിട്ടുണ്ടാകും അവിടെ നാളേരൊക്കെ. ഓ, പാടത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ? പാടൊക്കെ നല്ല ഇതിൽ. ഇത് ഇതിനേക്കാൾ ഉണ്ടേന്നോ? ഇല്ലല്ലോ, ഉണ്ടേന്നോ? വെള്ളം കുറഞ്ഞാണല്ലേ? ചെതറി. പക്ഷെ മറയിടില്ലല്ലേ? വലുതാണ്. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്രാവശ്യം. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. നമുക്ക് ടീമൊന്നുമില്ല. ഏതാ ടീം? മെസ്സിയാ? അവന്റെ നാട്ടിൽ പുഴയുണ്ട്. അവന് പുഴ ഉണ്ടായിട്ടും തോട് കാണാൻ വന്നേക്ക. അല്ല മുത്തട്ടിയാ, ഒരു സ്കൂളിലേ? സ്കൂളിലല്ലേ? ശരിയാണ്. ശനിയാഴ്ചയാണ്. നമ്മളുടെ ഈ ഒരു ഭാഗത്തേക്ക് പാലത്തിന്റെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇറങ്ങി നിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതൊക്കെ മൂടിപ്പോയി. കണ്ടാ? വെള്ളം എത്ര പൊങ്ങിയിട്ടുള്ളത്. കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടാ. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഇതൊന്നല്ല, ഇതിനേക്കാളും ഉണ്ടാവും. ഉണ്ടോ വെള്ളം അതിലൊക്കെ കേറിയിട്ടുണ്ടോ? ഇതിങ്ങനെ ഒരു പുഴ പോലെ ഒഴുകും. എല്ലാ പ്രാവശ്യം അങ്ങനെ ഒഴുകാറുണ്ട്. പക്ഷെങ്കിൽ വെള്ളം കേറിയിട്ടൊന്നുമില്ല. അവന്മാര് നേരത്തെ വെറുതെ പറഞ്ഞതാ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കണ്ടങ്ങള് ഈ പാലം ഏതാണ്ട് മുട്ടും. ആ പാലം മുട്ടുന്ന ആ ഒരു റേഞ്ച് വരുമ്പോഴേക്കാണ്. പക്ഷെ ഈ പാലം മറയലില്ല. ഈ പാലം ഏതാണ്ട് മുട്ടും.
ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ഇതിൽ ഫുള്ളായിട്ട് വെള്ളം മറയും. ഇതിൽ ഫുള്ളായിട്ട് മറഞ്ഞ് ഇതിലെ റോഡ് മറഞ്ഞൊഴുകും വെള്ളം. അതായത് ഫുള്ളായിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്ക് ഫുള്ളായിട്ട് കാണുന്ന കാഴ്ച ഒരു പുഴയായിട്ട് ഇങ്ങനെ ഒഴുകുന്നതായിരിക്കും. ഒരു തോടിനെ നമുക്ക് കാണാൻ തന്നെ പറ്റില്ല. തോടിനെ കാണണമെങ്കിൽ ഇവിടെ മാത്രമേ നമുക്ക് തോടാന്ന് അറിയുള്ളൂ. അമ്മയൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടാ, എല്ലാവരും തോട് കാണാൻ വന്നതാണ്. ഇത്രയും ആളുകളുണ്ട് തോട് കാണാൻ വേണ്ടിട്ട് വന്നവര്. ആ മെസ്സി റൊണാൾഡോ ഉണ്ട്. ഓക്കെ ബൈ. മെസ്സി റൊണാൾഡോ നമ്മൾ വെച്ചത് ഓര് പിന്നെ അവിടെ തന്നെ ഉണ്ട്. നമ്മളെന്താ വെച്ചാൽ ആദ്യം നമ്മുടെ ഓഗ് ഇത്ര വലുതല്ലായിരുന്നു, ചെറുതായിരുന്നു. അന്ന് അറിയുമ്പോൾ വെള്ളം ഇത്ര കണ്ട് ഇറങ്ങിപ്പോവില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറിഞ്ഞായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ഓഗിന്റെ പണി പുതിയതായിട്ട് ചെയ്തുകൊണ്ട് വെള്ളം അത്ര കണ്ട് മറയില്ല കണ്ടാ. അപ്പോൾ പെയ്ത മഴ ചെറിയൊരു മഴയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല മഴ പെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഞങ്ങൾക്കിത് മനോഹരമാണ്, ഞങ്ങൾക്കിതൊരു ആവേശമാണ് ഇവിടെ. പക്ഷെ വെള്ളം കൊണ്ട് ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി നിരവധി പേര് കേരളത്തിലുണ്ട്, നമുക്കറിയാം. എന്താ ഇപ്പൊ ചെയ്യാ അല്ലേ? മഴയൊക്കെ ആയിട്ട് കൊടുക്കാം അങ്ങാടിക്കോ വെറുതെ വെള്ളമൊക്കെ കൂടിയല്ലേ വീട്. അതെ ഉണ്ടോ? എന്നാ അവിടക്കൊന്ന് പോയി നോക്കണല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ മൂപ്പര നാട് നമ്മള് ഇതിനു മുമ്പ് നമ്മള് ട്രിപ്പ് പോക്കുണ്ട് ഒരുപാട് വട്ടം. നമുക്ക് അവിടെ നിന്ന് പോയേക്കാം. അവിടെ പോയിട്ട് ചിലപ്പോ അവിടെ മറന്നു റോഡ് കടന്നാ എന്നാ നാ പോയി നോക്കണല്ലോ. അതന്നെ അങ്ങനെ കയറി പടിയോ പടിയോ പടിയോ. അതെ അതെ അതെ. അങ്ങനെയെങ്കിൽ ഞാൻ ആ ഒരു ഏരിയ പിടിച്ചോട്ടെട്ടാ. ഇവിടെ ആക്കണ അമ്മമാരൊക്കെ എന്തൊക്കെ ഒരു ആവേശമാണത് മൊത്തത്തിൽ. സത്യം പറഞ്ഞ ഞങ്ങളുടെ ഇവിടെ എല്ലാ പ്രാവശ്യവും കിട്ടുന്നതല്ല, എല്ലാ പ്രാവശ്യം ഉള്ളൊരു സംഭവം അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാഴ്ചക്കാരും ഒരുപാട് വരും. കാലം നിറയെ ആളുകളാണ്, നിറയെ ആളുകൾ കാണാൻ വേണ്ടിട്ട് വന്നത്. അയ്യോ അയ്യോ, ഇതൊക്കെ തോട്ടിലെ വെള്ളം കാണാൻ വേണ്ടിട്ട് വന്ന് നിൽക്കുന്ന ആളുകളാട്ടാ. എന്താല്ലേ എത്രയധികം ആളുകളാ. ഇതൊന്നല്ല, ഇനിയും വരും ആളുകൾ, അങ്ങനെ കൂടും. കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ആക്കിയിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ അക്കരക്ക് ഒന്ന് പോയോക്കട്ടെ, അവിടുത്തെ അവസ്ഥ ഒന്ന് കാണും. നമുക്ക് ആ ഏട്ടൻ പറഞ്ഞത് സത്യമാണോ, അവിടെ അങ്ങനെ പറയലുണ്ട്, അറിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട് പോവാണ്. ആ നമ്മുടെ ഇവിടെ 3 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സംഭവിക്കാറുണ്ട്. അതില് നമ്മുടെയാണ് കുറച്ച് വൈകി വെള്ളം മറയുന്നത് കേട്ടാ. വെള്ളം മറയാന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളമാവുന്നത്. അല്ലാത്ത ഏരിയകളിലൊക്കെ നേരത്തെ തന്നെ നമ്മളത് മറയണതിന് മുമ്പ് മറയിൽ തുടങ്ങും. അത് നമ്മൾ എത്താനായിട്ടുണ്ട്. മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടാ. മഴ പെയ്തു. ഇവിടെ തോറ്റ മക്കളെ കേറിക്കണ്ട, വെള്ളം കയറി. പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെയൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ആഹാ അയവ ചെതറി വേണ്ടാ. ഇവിടെ റോഡാണ് ഈ മറിഞ്ഞു കിടക്കണത്. നമുക്ക് റോട്ടിൽ കൂടെ ഒന്ന് ട്രാവൽ ചെയ്താലോ, പോവാൻ വേണ്ടി പറ്റൂലേ? ഓ വാവ്, റോട്ടിൽ കൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണ കേട്ടാ. അപ്പൊ ചങ്ങായിമാരെ വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്തോണ്ടിരിക്കണ കേട്ടാ. ഇതൊന്നും എന്തില്ല, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ വണ്ടിയൊക്കെ വേണമെങ്കിൽ ഉഷാറായിട്ട് കേൾക്കാം. ഫ്രണ്ടിൽ ചെയ്യാതെ വണ്ടിയൊക്കെ കേൾക്കുന്നുണ്ട്. ഓ എത്രങ്ങാനും വെള്ളം ഉണ്ട് കേട്ടാ എന്റെ മക്കളെ, അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടാ. ഓ കരയെ കയറി, കരയൊന്നല്ല ഇതും വെള്ളം തന്നെ. കുഞ്ഞാനൊക്കെ പോണണ്ട. ഞാൻ വണ്ടി നൈസായിട്ട് സൈഡാക്കിട്ടാ. അത് ഫുള്ളായിട്ട് റോഡാണ്. ഇവിടെ വന്ന് പട്ടേ കാര്യങ്ങളൊക്കെ വന്നിട്ട് അടിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ഇതെന്താ വണ്ടിയൊക്കെ നല്ല പരിപാടി, നല്ല സുഖല്ലേ. ഇങ്ങനെ വെള്ളം വരുന്നത് ആദ്യമായിട്ടാണ്, ഇപ്രാവശ്യത്തെ ആദ്യത്തെ. ഇതിനു മുമ്പ് പലവട്ടം സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇപ്രാവശ്യത്തെ ആദ്യത്തെയാണ്. ഏതായാലും കൊള്ളാം, ഫുള്ളായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ടാ, ആ ഒരു കഴുകുന്തോട്ടൊക്കെ ഫുള്ളായിട്ട് വെള്ളം കയറിയിട്ട് നമ്മൾ പലവട്ടം കാണിച്ചതാ. ഇവൻ ആ ഒരു ഗ്യാപ്പ് മുതലാക്കിക്കൊണ്ട് വണ്ടി കേൾക്കുവാണ്. കൊള്ളാം. വെള്ളത്തിലായത് ഇവിടെ ഒരാളുണ്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വരാന്ന് തോന്നുന്നു. ഇത് വെള്ളം കാണാൻ വന്ന മെസ്സേജ്. ഓളും വെള്ളം കാണാൻ വന്നാണ്, ഓനും വെള്ളം കാണാൻ വേണ്ടി വന്നാണ്. വെള്ളം കൂടിയോ? വെള്ളം കുടിക്കണോ? വെള്ളം കാണാൻ വന്ന ഒരണ്ടാവും വെള്ളം കാണാൻ വേണ്ടിട്ട് വന്നാണ്. കൊള്ളാം. ഞാനിവിടെ പറഞ്ഞില്ല, ഇവിടെ ഇനി തോടുണ്ട് അവിടെ കുറച്ച് ബാക്കിലായിട്ട്. ഇവിടെ പക്ഷെ നമ്മളെ നാട്ടിൽ അത്ര കാഴ്ചക്കാരുണ്ടാവില്ല അല്ലേ? നമ്മളെ നാട്ടിൽ അത്ര കാഴ്ചക്കാരുണ്ടാവില്ല.
ഇവർക്കൊക്കെ ഒരു ആവേശമാണ്. ഇവരുടെ ഒക്കെ സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ വെള്ളം ഇവിടെ കയറിയത് കാണുന്നത് കേട്ടാ. ഇവർ രണ്ടുപേരും ആദ്യമായിട്ടായിരിക്കാരം ഇവിടെ ഇത്രയും വെള്ളം കയറിയത് കാണുന്നത്. വെല്ല തെറിപ്പിക്കല്ലേ. ആ കൊള്ളാം. നമ്മുടെ വണ്ടിക്കാണ്ട വണ്ടിക്ക് ഞാൻ വിളിച്ചു കേട്ടോ. ഓവറായോ? കുറച്ച് ഓവറായാലും പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഭാഗത്തൊക്കെ നാളികേരൊക്കെയാണെന്ന് തോന്നുന്നത്. നമുക്ക് നൈസായിട്ട് ഒന്ന് ഒഴുക്കി വിടാം. നാളികേരൊക്കെ നല്ലതാണെന്ന് അറിയില്ല, പക്ഷെങ്കിൽ നമുക്ക് ഇതൊക്കെ അരൂക്കാക്കാം. അരൂക്കാക്ക പറഞ്ഞാല് ബൈക്ക് കൊണ്ടുവരുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ ഉണ്ട്. അപ്പൊ അവർക്കൊന്നത് ചിലപ്പോ കാണാൻ വേണ്ടി പറ്റാതെ വണ്ടി മറയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒഴുക്കിൽ പെട്ടെന്ന് വന്നാണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഇവിടെ ഉള്ളത് മാത്രം ഒന്ന് അരൂക്ക്. ഇത് അപ്പുറത്തെ തൊടുത്ത നാളികേരം ഇപ്പുറത്തെ തൊടുക്ക് വരാണ്ട. അതുപോലെ തന്നെ കുരുടി എന്ന് പറയണേ. അവരൊക്കെ തന്നെ അവിടേക്ക് അരൂക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. നല്ലത് എടുത്തോളി. അരൂക്കട വിട്ടാലേ വണ്ടികൾ വരുമ്പോ കയറണ്ടേ വീട്ടിൽ. മീന് കാണില്ല. അവിടെ അപ്പുറത്ത് വല വെച്ചേക്കണ് നാട്ടിലേ. കിട്ടിക്കണോ? അവിടെ പോയില്ല നിങ്ങള്? അവിടെ നിന്ന് പോയി നോക്കി. നമ്മുടെ അക്കന്മാരാട്ടോ അവിടെ ഉള്ള. അവിടെ കൂടി, പക്ഷെ മറിഞ്ഞിട്ടില്ല, റോഡ് മറിഞ്ഞിട്ടില്ല. അവിടെ പിന്നെ റോഡ് മറിയണേ കുറച്ച് പണി. അവിടെ അല്ല ഹൈറ്റ്. ഇവിടെ ഇത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അത് ഇങ്ങനെ പരന്നൊലിക്കുന്നത്. ഇവിടെ കൂടുതൽ വെള്ളമുള്ളത് അവിടെയാണ്. അവിടെ ഇതിന് മുമ്പ് ഇവിടെ കോൺക്രീറ്റ്, ഇപ്പൊ ഇത് പുതിയ കോൺക്രീറ്റാണ് ഞാൻ നടക്കുന്നത്. അത് ചെയ്യുന്നതിന്റെ മുമ്പായിട്ടാണെങ്കിൽ ഈ റോഡിലൂടെ പോകാൻ തന്നെ പറ്റാത്ത സാഹചര്യമായിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വെള്ളത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല താഴ്ച ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ ഇപ്പോൾ പുതിയ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ചാലൊക്കെ കയറി സെറ്റാക്കി വെച്ചതാണ്. അപ്പൊ അമ്മമാരൊക്കെ ഇന്നലെ ക്യാമറ കണ്ടിട്ട് കുറെ പേര് ഇതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് റോഡൊക്കെ ഒന്ന് ക്ലീൻ ആയി എന്നുള്ളതാണ്. ആഹാ, അയ്യോ, അടിപൊളി അല്ലേ? അടിപൊളി. ഇനി നമുക്ക് നാട്ടിലേക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം. അതുപോലെ തന്നെ ഇവിടുത്തെ തോടുണ്ട്. ഇവിടുത്തെ തോട്ടിൽ വെള്ളം കയറിയിരിക്കണം. അവിടെ പെരുംവെള്ള ചാടിക്കോളിന്നേ. ചാടിക്കോളി. ഞങ്ങള് പഠിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ സ്കൂളിൽ പോയിരുന്ന ആ ഒരു സമയത്ത്, പഠിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അല്ലേ, സ്കൂളിൽ പോയിരുന്ന സമയത്ത് നമ്മൾ ഇതേമാതിരി ആ ഒരു തോടും ഞങ്ങളുടെ തോടൊക്കെ ഈ ഒരു ടൈമിൽ വിടൂല. കാരണം നമ്മൾ ഫുള്ളായിട്ട് അന്നത്തെ ദിവസം തോട്ടിൽ കൂടെ തന്നെ ആയിരിക്കും. ഇവിടെയും കൂടി ഉണ്ട് ഒരു 2 വട്ട കിടക്കണം. ഇതിനെയും കൂടി ഒഴിവാക്കാം. അത് പിന്നെ അവിടെ നിന്നോട്ടെ. ഇതിനെയും കൂടി ഒഴിവാക്കാം. ഓക്കെ, അക്കരക്ക് പോവുകയാണോ ചോദിച്ചു നോക്കാം നമുക്ക് ഓലോട്. അവിടെ ഇത്രല്ല, ഇത്ര ഉണ്ട്, പക്ഷേങ്കില് മറിഞ്ഞിട്ടില്ല റോഡ്. അപ്പൊ ഞാന് ഈ പറഞ്ഞതുപോലെ തോട് ഏരിയ ഒന്ന് കാണാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇതാണ് ഇവരുടെ തോട്. ഈ ഒരു തോടിനെ നമ്മൾ നോക്കുവാണെങ്കിൽ തോട്ടിലത്ര വെള്ളമൊന്നും ഞാൻ കാണുന്നില്ല കേട്ടാ. എന്താ, തോട് പാകപ്പെട്ടാണ് ഒഴുകി കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭാഗം നോക്കുകയാണെങ്കിലും ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും ഒക്കെ പാകപ്പെട്ടാണ് ഒഴുകി കൊണ്ടിരിക്കുന്നത്. അപ്പൊ തോട് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു സ്ഥലം കൂടി കാണാണ്ട് അതിന്റെ മുമ്പായിട്ട് നമുക്ക് നമ്മളുടെ നാട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ പാസ്സാകണ്ട. ഇവിടെ വെള്ളം കുറച്ച് കൂടുതലാ. നല്ല ഹൈറ്റില് വെള്ളമുണ്ട്. ഭയങ്കര രസമായിട്ടാ. ഞാൻ ഓടാൻ പോവാതെയാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ട് നടക്കുന്നത്. ഇവിടുത്തെ ആളുകളൊക്കെ പോയോ അതോ കൂടിയോ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. എത്രത്തോളം ആള് കൂടിയേക്കാണ് കുറഞ്ഞേക്കാണെന്നുള്ളത്. ഇവിടെയൊക്കെ ചെക്കന്മാര് കൂടിയേക്കാണ്. ഇവര് പിന്നെ പോയില്ലല്ലോ. അപ്പൊ ഇല്ല, ആളുകൾ കുറഞ്ഞേക്കുവാണ്. മനസ്സിലായോ? കുറഞ്ഞേക്കുവാണ്. ഇനി ഇവിടെ ഒന്ന് വലിപ്പിക്കണൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ഒന്ന് വലിപ്പിച്ചു കൊടുക്കാം. ഒരു ടൈറ്റ് പരിപാടി. അപ്പുറത്ത് റോഡ് മറിഞ്ഞേക്കണ, അത് കാണേണ്ട ഒരു കാഴ്ചയില്ല. അല്ല, ഒന്ന് പോയി അനുഭവിച്ചോളി. അതിൽ നടന്നാ മതിയല്ലോ, രസല്ല റോഡ് കൂടെ അങ്ങനെ നടക്കും. എവിടേക്ക്? ചാടിക്കോളി. എന്താ ചാടാത്ത നിങ്ങള്? എന്നെ കാക്കല്ലിങ്ങള് ചാടി ഫേമസ് ആകാൻ നോക്കല്ലേ. ചാടി നിർത്തിയാ മതി, ഫേമസ് ആകണ്ട വെറുതെ. അതായത് ചെങ്ങന്മാരെ,
ഇനിയിപ്പോ എത്രയും കൂടി ഉണ്ട് നമുക്ക് റോഡ് മറയാൻ നോക്കുകയാണെങ്കിൽ ഉണ്ടാ. അതായത് ഒരു ചാണ് പോലും ഇല്ല. ഒരു 4 ഇഞ്ച് കനം അവിടെ കയറി, പിന്നെ ഇവിടെ ഒരു 4 ഇഞ്ച്, ഇവിടെ ഒരു 6 ഇഞ്ച് ഉണ്ടാവും. അങ്ങനെ മൊത്തം ഒരു 10 ഇഞ്ചും കൂടി വെള്ളം കയറി കഴിഞ്ഞാൽ റോഡ് മറയും. അത്രയും കണ്ട് വെള്ളം അവിടെ ബണ്ട് കെട്ടി നിർത്തിയത് പോലെയാണ് നിൽക്കുന്നത് അല്ലേ. ബണ്ട് കെട്ടി നിർത്തിയത് പോലെയാണ് ഇവിടെ വെള്ളം നിൽക്കുന്നത്. ഒരു ഡാം ക്രിയേറ്റ് ചെയ്തത് പോലെയൊക്കെ ആയി. പിന്നെ ഇവിടെ നിന്നാണ്ട, ഇതാണ് നമ്മുടെ പ്രധാന ഊക് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിന്റെ താഴെ ഭാഗം കാണിക്കാൻ വേണ്ടി പറ്റാഞ്ഞത്. അപ്പോൾ ഒത്തിരി പേര് കാണാൻ വേണ്ടി വന്നാൽ അവർ നോക്കിക്കണം, അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ചെയ്തിട്ടാണ്. വെള്ളത്ത് പോയി ഇങ്ങനെ ഒഴുകി പോകും. വേനൽക്കാലത്ത് ഞങ്ങളെ മാളമാണ് അതിൻ്റെ ഉള്ളിൽ, അതിനുള്ളിലേക്ക് ഞങ്ങൾ ഇരിക്കല്. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു നേരത്തെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനൊന്നും വേണ്ടി പറ്റില്ലല്ലോ. എത്രാനും വെള്ളം അതിൽ ഒഴുകുന്നത്. അതാണ് നമ്മുടെ തോട്. പ്രത്യേകിച്ചൊരു ഉറവിന്റെ സ്രോതസ്സോട് കൂടിയിട്ട് ഒഴുകുന്ന, അല്ലെങ്കിൽ ഒരു ഉറവോട് കൂടിയിട്ട് ഉത്ഭവിച്ചിട്ടുള്ള ഒരു തോടല്ല, പാടമല്ല, വെള്ളമല്ല ഇതൊന്നും. അതൊക്കെ മഴ വരുന്നാൽ ഉണ്ടാവും, മഴ ഇല്ലെങ്കിൽ ഉണ്ടാവുകയില്ല. ഞാനിനി ഇവിടെ സാധ്യതയുള്ള 2 ഏരിയക്കും കൂടി പോയി നോക്കുകയാണ്. അതായത് വെള്ളം മറയാൻ സാധ്യതയുള്ള 2 ഏരിയയും കൂടി പോയിട്ട് അവിടെ എത്രത്തോളം വെള്ളം മറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇതിനൊക്കെ ശരിക്കും പഴയ ഫുട്ടേജും കൂടി വെക്കുമ്പോഴേക്കാണ് നിങ്ങൾക്കിത് മനസ്സിലാവുക എത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം പുതിയ ആളുകൾക്കൊക്കെ, അല്ലാത്തവർക്കൊക്കെ പിന്നെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഈ ഏരിയകളിലൊക്കെ വെള്ളം കയറുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളുടെ തോടിന്റെ മേലെ ഭാഗം, അതായത് ഈ ബൈപ്പാസിന് നമ്മൾ തിരിയണം. ബൈപ്പാസ് റൈറ്റ് സൈഡ് കിട്ടാം, മേലെ ഭാഗം നമ്മൾക്ക് തിരിയാം. ഈ ഒരു ബൈപ്പാസ് തന്നെ തോടാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ ബൈപ്പാസിന്റെ താഴെ ഭാഗത്ത് കൂടി, ഈ റോഡിന്റെ താഴെ ഭാഗത്ത് കൂടിയാണ് നമ്മളുടെ ഒരു തോട് ഒഴുകുന്നത്. 2 തോടുണ്ട് നമ്മൾക്ക് ഇവിടെ. അതിലൊരു തോട് നമ്മൾ ഒഴുകുന്നത് ഈ റോഡിന്റെ താഴത്ത് കൂടെ. ഒരു തോട് നേരെ റോഡിന്റെ അപ്പുറം ഭാഗത്ത് കൂടെയാണ് ഒഴുകുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് പാടങ്ങൾ കാര്യമൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ മറയാറുണ്ട്, സാധാരണ മറയുന്ന ഒരു സാധ്യത കാണലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഇല്ല കേട്ടാ, ഇപ്രാവശ്യം ഇല്ല. അപ്പൊ ഇതുവഴി നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അവിടെ പോവാം. ഈ റോഡും തന്നെ മറയും, പക്ഷെ ഇത് മറിഞ്ഞിട്ടില്ല. ഇത് മരക്കലങ്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലം, CN ഓഡിറ്റോറിയം ആ ഒരു ഭാഗങ്ങളൊക്കെ വരുന്നു. അവിടെ നിന്ന് ഒരു വണ്ടി വന്നിട്ട് വരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അവൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇത്രയൊക്കെ ഉള്ളൂ. വെള്ളം കാര്യമായ രീതിയിൽ പൊന്തിയിട്ടുണ്ട്. വെള്ളം ഉണ്ട്, എങ്കിൽ മറയാൻ മാത്രമുള്ള മഴ പെയ്തിട്ടില്ല. അത്രയായിട്ട് വെള്ളം കയറിയില്ല. ഇനി അടുത്ത വെള്ളം കയറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിയാണ് നമ്മള്. ഇത് കുറ്റി എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് ലെഫ്റ്റ് കയറണം. അതായത് നമ്മൾ ടൗണിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ, ടൗണിൽ നിന്നും തന്നെ 2 കിലോമീറ്റർ, അത്ര ദൂരം വരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ തൊട്ടടുത്തുള്ള ഏരിയകളാണ് ഇതൊക്കെ. അപ്പൊ ഇവിടെ തന്നെ പാടം, തോട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഫസ്റ്റ് കാണാൻ വേണ്ടി പോയില്ല, ഒരു ഫസ്റ്റ് അല്ല 2ാമത്തെ പ്രാവശ്യം നമ്മൾ റോഡ് മറയുന്ന ഏരിയ കണ്ടില്ലേ. ആ ഒരു ഏരിയയിലൂടെ ഒഴുകുന്ന തോടുണ്ടല്ലോ, ആ ഒരു തോട് ഇതുവഴിയാണ് വരുന്നത്. ഇതുവഴി വന്നിട്ടാണ് അവിടേക്ക് എത്തുന്നത്. ഏരിയയിലേക്ക് എത്തിയാണ്. ഇവിടെ തന്നെ നോക്കുമ്പോ ഒരു കോറിഡോർ പോലെ അല്ലേ. അങ്ങോട്ടേക്കുള്ള കാഴ്ച അതിഗംഭീരമാണ്. ഇവിടെ തന്നെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പൊ. അതിത് പരന്നൊലിക്കുന്നുണ്ട്. കൊള്ളാം. ഇവിടെ ആരും ചൂണ്ടലുണ്ടോ? ഇവിടെയൊക്കെ ചൂണ്ടലിട്ടിട്ട് വല്ല അടക്കുണ്ടോ? വല്ല തുറത്തുന്നുണ്ടാവോ? അതായത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഒന്ന് നോക്കാം. അവിടെ പാലത്തിങ്ങളൊക്കെ ധാരാളം ആളുകളുണ്ട്. ഇത് പഴയ വാണിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ ധാരാളം ആളുകളുണ്ട്. ഇവിടെയും തന്നെ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ഇവര് ട്യൂബും കൊണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? ട്യൂബിലൊക്കെ ഉള്ള പരിപാടി. നമ്മളെ നാട്ടിൽ ആദ്യം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു, ട്യൂബുമ്മേ. കാരണം അതിന് പറ്റും, കാരണം അത്ര കണ്ട് വെള്ളം കയറി നിൽക്കുകയല്ലേ. ഉണ്ടാ ഇപ്പൊ അവിടെയാണ് തോട് വരെ തോട് വയ്ക്കുന്നത്. ആടെ അതിലങ്ങനെയാണ് ഫുള്ളായിട്ട് ചെക്കന്മാർ. ആ ഒരു ഏരിയ ഫുള്ളായിട്ട് ചെക്കന്മാരാണ്. നീന്തി പോകാൻ മാത്രമൊക്കെ വെള്ളമുണ്ട് കേട്ടോ. കണ്ടാ അവരൊരു ട്യൂബായിട്ട് ഉപയോഗിച്ച് പോകുന്നൊരു കാഴ്ച കാണാം. വണ്ടി ഇവിടെ കേട്ടല്ലേ, എൻ്റെ ഒക്കെ എന്നേലും ഒരു ദിവസം കിട്ടുള്ളൂ. ട്യൂബിന്റെ ആവശ്യമൊന്നും ഇല്ലടേ, പക്ഷെ രസമാണ് ഒരു ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ. ചാട് അയ്യവാ, നേരത്തെ തുടങ്ങിയിട്ടവര് ഒരു ചാട് അയ്യവാ. അവിടെ ആയണ്ടല്ലേ, നല്ല ആയണ്ടല്ലേ. നമ്മളെ മൂടാൻ മാത്രം ഉണ്ടോ? അത്രല്ല, ഒക്കെ നമ്മളെ ചെക്കന്മാരനെ കേട്ടാ, നമ്മളെ തൊട്ടടുത്തുള്ള ചെക്കന്മാരല്ലേ. വല മീൻ പിടിക്കണ്ടോ? ഒലുവല
ആ ഇവിടെ റോഡ് മറിഞ്ഞിട്ടില്ല എന്നുള്ളൂ. പക്ഷേങ്കിൽ കാഴ്ചക്ക് കണ്ട ഇടയ്ക്ക് നമ്മൾ പച്ചപ്പായിട്ട് കാണുന്ന കാഴ്ചയാണ്. പക്ഷേങ്കിൽ ഇന്ന് കാണുന്ന കാഴ്ച വളരെ വ്യത്യസ്തമാണ് അല്ലേ. പിന്നെ അവിടെ തോട് കാര്യമൊക്കെ ഉണ്ട്. തോടിൻ്റെ അവിടേക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് പോയോക്കാം. അതായത് വെള്ളം ഏതാണ്ട് റൂട്ടിൽ എത്തിയിട്ടുണ്ട് കണ്ടോ. ഇവിടെ നേരത്തെ എന്നോട് പറഞ്ഞത് ഏതാണ്ടൊക്കെ മറയാനായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഏരിയയിലൊക്കെ കാര്യമായിട്ട് മറയാനായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ശരിക്കും കാണുന്നില്ല, ഒരു തല മാത്രമേ കാണുന്നുള്ളൂ. ആ അതിൻ്റെ ഉള്ളിൽ കൂടെ തോട്ടിൽ കൂടെയോ? ആ ചാറിന് ക്ലിപ്പ് എടുക്കണം പോലെ. ഒത്തിരി പേരാണ് എല്ലാ ഭാഗത്തും കാണാനുള്ളത്. വെള്ളം കയറിയ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പേരും എജ്ജാലുള്ളൂ അല്ലേ നമ്മളെ ചെയ്യാതിന്റെ. ആ എത്താതാ ഏയ് ഫോട്ടോക്കിട്ട് കൊടുക്ക. വെള്ളം കയറിയപ്പോ വെള്ളം കാണാൻ വന്ന ഞാന്. വെള്ളം കാണല് ഇതിനുള്ളിൽ കൂടെ പോയി. ആ പോലെ. ഓ ഇവിടെ പാലം മുട്ടിട്ടാ. പാലമാണിത്, മുട്ടി നിൽക്കുന്നൊരു കാഴ്ചയാണ്. മഴ പെയ്യുന്നുണ്ട്, അതാണ് സീൻ. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ അവസ്ഥ. മഴ പെയ്യുന്നുണ്ട്, വേഗം വണ്ടിയിലേക്ക് കയറണം. പാലം മുട്ടി നിൽക്കണ്ട, വെള്ളം ഫുള്ളോട് വെള്ളമാണ്. ചാടറാ ധൈര്യം ഉണ്ടെങ്കിൽ ചാടാറ്. ആര് ചാടറ്? ഇവിടെ ഉണ്ടോ ആ പാലം? ഇത് പാലമാണ്, പ്രധാന പാലമാണ്. അത് ഈ ഒരു നാടായിട്ട് കണക്ട് ചെയ്തുള്ള പ്രധാന പാലമാണ്. പക്ഷെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടേ ആ പാലത്തിൻ്റെ കൂടെ നാളികേരം വരുന്നു. നാളികേരം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നാളികേരം എന്നല്ലേ അത് കിട്ടിയില്ലട്ടാ. നല്ല ഒഴുക്കുണ്ടാവും ഉണ്ടാ. ഓ ആർമാതിക്കന്നെ അവിടെ ഒരു കെട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അവിടെ പോയിട്ട് കാലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പരിക്ക് വരും. ആ റബ്ബറിന്റെ കൊള്ളി ഉണ്ടാകുന്ന തിരക്കല്ല, അത് പൊട്ടാനും സാധ്യതയുണ്ട്. ചാട് വാ അതെ ആ പരിപാടി തന്നെ. അടിപൊളി. അപ്പൊ ഞാന് തൽക്കാലത്തേക്ക് ഇവിടുന്നും വിട പറയുകയാണ്. ഇവിടെ നിന്നും പോട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെക്കന്മാര് ചാടൽ തുടങ്ങിയേക്കൂട്ടോ. ചാട തുടങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല, അവര് ചാടും ഉറപ്പാ. അവര് ആ ഒരു റെങ്കില് നിൽക്കുകയാണ്. ഏത് നിമിഷം അവരും തന്നെ ചാടും. പക്ഷേങ്കിൽ അവർക്ക് മിന്നാജിന്റെ ഒപ്പം കട്ടക്കുള്ള ആൾക്കാരെ കിട്ടണം. കട്ടക്കുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ മിന്നാജ് നടന്ന് കയറൂല. അതാണ്. വണ്ടൂർ ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ടൗണിലൊന്നും ആളെന്നല്ല, വളരെ വിജനമായി കിടക്കുക, വണ്ടികൾ കുറവ്. അങ്ങനെ മൊത്തത്തില് ആളില്ലാത്തൊരു പ്രതിനിധിയാണ് കണ്ടിട്ട്. ആർസാക്കയും പിള്ളേരും തോടും പാടം ഒന്നായത് കാണാൻ വന്നതാണ്. ഏയ് എന്താ കണ്ണ് കണ്ണില്ലേ സാറേ? നിങ്ങൾ അവിടെ പോയോ? ആ അവിടത്തെ നാട്ടിൽ ഇവിടെയാണല്ലേ. ആയിക്കോട്ടെ. ഞാനേ അബിയുണ്ട് കൂടെ. അപ്പൊ അവൻ എൻ്റെ നാട്ടിൽ വെള്ളം പൊന്തിയതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ നമ്മള് റോഡ് മറിഞ്ഞില്ല, ആ ഏരിയക്ക് എത്തിയിട്ടുണ്ട്. മക്കളെ അവിടെ ഒരുപാട് ഒത്തിരി പേര് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു നേരത്തെ വന്നിട്ടുണ്ട്. ആർച്ചാക്ക നമ്മളെ വീഡിയോ കാണാവും. അപ്പൊ പിന്നെ ആർച്ചാക്കാനൊന്ന് കാണിക്കാന്ന്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങി ചെല്ലുമ്പോ തന്നെ കാണുന്ന കാഴ്ച അതാണ് ഗംഭീരം. ഓ മൈ ഗോഡ്. തപ്പില്ലേ. ആഹാ ഇവിടെ ആളൊഴിഞ്ഞു കേട്ടോ. ഇവിടെ രാവിലെ ആയിരുന്ന ആളൊഴിഞ്ഞു. ഇവിടെ നമ്മളെ സതീശനൊക്കെ നിൽക്കുന്നുണ്ട്. എന്ത് ഇയാളെ കണ്ണിനാരടിച്ച്? നിങ്ങളെ കണ്ണിനാരടിച്ച്? എന്ത് സംഭവം? അത് വീങ്ങില്ലേ? ചെങ്ങായിമാരെ അതിശക്തമായ മഴ കാരണം വണ്ടൂരിന്റെ നാലാന ഭാഗങ്ങളിലൂടെ വെള്ളം പൊന്തിയിട്ടുണ്ട്. ഞാൻ ആകെ കാണിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളാണ്. പക്ഷെങ്കിൽ അത് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ മാത്രമാണ്. അതല്ലാത്ത ഒട്ടനവധി നിരവധി സ്ഥലങ്ങളിൽ തോടും ചെറിയ ചാലുകളും അതുപോലെ തന്നെ പാടങ്ങളും ഒക്കെ ഉള്ള ഏരിയകളിലൊക്കെ ധാരാളമായിട്ട് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അപ്പോ ഞാനിപ്പോ ഈ പോകുന്ന റോഡ് എന്ന് പറയുന്നത് മഞ്ചേരി ഭാഗത്തേക്കുള്ള റോഡാണ്. ഞാൻ വണ്ടൂരിലേക്ക് പോകാൻ ട്രിപ്പ് പോകാന്താ, ഒരു 180 രൂപയുടെ ട്രിപ്പ് പോകാന്താ. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഈ ഒരു ഭാഗത്തൊക്കെ രാവിലേക്ക് വെള്ളം നന്നായിട്ട് കയറിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റി. ഈ ഒരു ഭാഗത്തല്ല, താഴ്ചയുള്ള ഏരിയകളിലൊക്കെ പാടത്തോട് സമാനമായിട്ട് റോഡ് കിടക്കുന്ന രീതിയിലുള്ള അത്തരം ഏരിയകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാകും. അപ്പൊ എന്താ പറയാ, അതിശക്തമായ മഴ തുടരുവാണ്. ഇപ്പൊ ചെറിയൊരു ആശ്വാസം ഉണ്ട്, മഴയ്ക്ക് ചെറിയൊരു ആക്കമുണ്ട്. അപ്പൊ എന്തൊക്കെയായാലും നദിക്കരകളിലും തോടിന്റെയും പാടത്തിന്റെയും കരകളിലൊക്കെ താമസിക്കുന്നവര് കുട്ടികളുടെ കാര്യത്തിലും കൂടുതൽ ജാഗ്രത പുലർത്തുക. അതുപോലെ തന്നെ അതിശക്തമായ മഴയാണെങ്കിൽ ഗവൺമെന്റ് കൃത്യമായ നിർദ്ദേശം പാലിക്കാനും നിങ്ങൾ മറക്കരുത്.
നമ്മൾക്ക് ഇവിടെ വെള്ളം കയറുമ്പോഴേക്ക് വെള്ളം തോട്ടിൽ കൂടുമ്പോഴേക്ക് നമ്മൾക്കൊരു ആനന്ദമാണ് ഇവിടെ. ഇതുവരെ ഇല്ലാത്തൊരു കാര്യം ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അത്തരത്തിൽ സന്തോഷിക്കുന്നത്. പക്ഷെ എങ്കിൽ വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി നിരവധി പേരുണ്ട് എനിക്കറിയാം. അതുകൊണ്ട് നദിക്കരകളിൽ താമസിക്കുന്ന ആളുകളൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. ശ്രദ്ധിക്കുക. എന്തൊക്കെയായാലും വെള്ളമാണ്, കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് തടുത്തു വെക്കാൻ വേണ്ടി പറ്റാത്ത ഒന്നാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നാട്ടിൽ വന്നത് സമയം 2 മണിയായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നേരത്ത് കുറച്ച് ചെറുകിട പിള്ളേരുടെ വെള്ളത്തിച്ചാട്ടം ഉണ്ട്. വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. മീൻപിടുത്ത പരിപാടി ഒന്നും കാണാൻ. ചാടിയടാ കുപ്പായടാ. എല്ലാരും ക്യാമറ കാണുമ്പോ പായാണ്. ഓർക്ക് കുപ്പായടാതെ വീഡിയോ എടുക്കാൻ പറ്റൂല പോലെ. പോട്ടെ. അങ്ങനെ തന്നെ. ഞാൻ അടുത്താരാ ചാടുന്നത്? എന്തൊരു മടിയാണ് ഇതൊക്കെ. നാടത്തേക്കന്മാര് കാണും. ഒളിച്ചു കൊല്ലിട്ടോ വള്ളത്തിൽ ചാടിയാണ്ടേ. ഒളിച്ചു കൊല്ലിട്ടോ കേട്ടോ. ശ്രദ്ധിക്കണം. തോടിന്റെ അവിടേക്ക് തോട്ടിലല്ല ഒഴിക്കാറ്. അപ്പൊ അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓനെ നമ്മള് രാവിലെ കണ്ടാണ്. അപ്പൊ ഞാന് വെറുതെ മീൻ കിട്ടിക്കണോ നോക്കാം നമുക്ക്. സതീശന് മീൻ പിടിച്ചേ, പ്രശാന്ത് മീൻ പിടിച്ചിരുന്നു. അപ്പോ ഞാൻ ഉച്ചഭക്ഷണത്തിന് ഓട്ടത്തിൽ തന്നെയാണ് ഉച്ചഭക്ഷണത്തിന് വേണ്ടി അറിയാം. മീൻ കിട്ടിയണോ? മീൻ കിട്ടിയണോ? അവന് അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ കടുങ്ങാലിയൊക്കെ പിടിച്ചിട്ടുണ്ട്. വെള്ളം കൂടിയേക്കാണെന്നാണ് എൻ്റെ ഒരു നിഗമനത്തിലേക്ക് പറയാനുള്ളത്. വെള്ളം കൂടിയതുപോലെയാണ് കണ്ടിട്ട്. നോട്ടറ ഒന്ന് കാണിച്ചോണ്ടോ? കടുങ്ങാലികൾ കയറുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഒരു കറിക്കുള്ളതായി. കറിയൊക്കെ കൊണ്ടുപോകാം. അവൻ കറിയൊക്കാൻ കൊണ്ടുപോകാണ്. ഞാൻ തന്നെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പോവാണ്. വല വെച്ചിട്ടുണ്ട് അവന്. കിട്ടുന്നതൊക്കെ പിടിക്കുക. മൊത്തത്തിൽ വെള്ളം കയറി എന്താ പറയാ, ഞാൻ അത് പറഞ്ഞതുപോലെ വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.